ഹലോ, ഇതൊരു ഗുരുവായൂർ വീഡിയോ ആണ് കേട്ടോ. ഇത് കുറേ മുന്നേ എൻ്റെ ഫോണിലുള്ളൊരു വീഡിയോ കേട്ടോ. ഇത് ഇന്നാണ് എനിക്ക് ഒന്ന് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയത്. ഇത് കണ്ണൻ്റെ പിറന്നാളിൻ്റെ അന്ന് ഞങ്ങൾ ഗുരുവായൂർ പോയിരുന്നു. അവന് ചോറൂണും ഉണ്ടായിരുന്നു അവിടെ. ചോറൂണ് നമ്മൾ മുന്നേ അവിടെ വിചാരിച്ചതാണ്, പക്ഷേ അവൻ്റെ ആദ്യത്തെ ചോറൂണിന് അവിടെ കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ മിനി ഗുരുവായൂരിൽ മഞ്ചേരി എന്നാണ് കൊടുത്തത്. പിന്നെ 2 വയസ്സായപ്പോഴാട്ടോ ടൈം കിട്ടിയത് അവനെ ഗുരുവായൂർ കൊണ്ടുപോകാൻ. പിന്നെ തുലാഭാരം ഉണ്ടായിരുന്നു, ചോറൂണുണ്ടായിരുന്നു, പിന്നെ മിഥുനേട്ടനും ഉണ്ടായിരുന്നു തുലാഭാരം. ഞങ്ങൾ തലേന്ന് അവിടെ അടുത്തൊരു റൂമൊക്കെ എടുത്ത് ഫ്രഷ് ആയിട്ടാണ് 4 മണി ആയപ്പോഴേക്കും അമ്പലത്തിലെത്തി. പിന്നെ ഫസ്റ്റ് റോ തന്നെ വേഗം കയറി തൊഴാനൊക്കെ പറ്റിയിട്ടോ, നേരത്തെ എത്തിയോണ്ട്. പിന്നെ അമ്മ കൃഷ്ണനൊരു പൂമാലയൊക്കെ ചാർത്തി, കണ്ണന് മുണ്ടൊക്കെ കൊടുത്തിട്ട് അമ്മയുടെ ആഗ്രഹമായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ ഗുരുവായൂർ അമ്പലനടയിൽ അവൻ ഓടി കളിക്കുന്ന വീഡിയോ എടുക്കണം എന്നൊക്കെ. പിന്നെ അവിടെ നിന്നൊരു തോക്കൊക്കെ വാങ്ങി. പിന്നെ അത് അവിടെ നിലത്ത് വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ മമ്മിയൂർ പോയി. പിന്നെ ഗുരുവായൂർ പോകുമ്പോൾ നമ്മൾ ഇവിടെയും കയറണം എന്നാണ് കേട്ടോ ഒരു ഐതിഹ്യം. അപ്പോൾ അവിടെ കയറി. പിന്നെ ഞങ്ങൾ ഗുരുവായൂരിൽ നിന്ന് ചായ കുടിച്ചിരുന്നു. അവിടുത്തെ പ്രസാദമാണല്ലോ, കുറേ വരിക്കൊക്കെ നിന്ന് ഇഡ്ഡലി സാമ്പാറൊക്കെ കഴിച്ചു. പിന്നെ 2 മണിയൊക്കെ ആയപ്പോൾ റൂം വെക്കേറ്റ് ചെയ്ത് പോന്നു. പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോഴേക്കും മിഥുനേട്ടൻ്റെ അമ്മയ്ക്ക് വയ്യാതെയൊക്കെ ആയി, തലവേദനയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ആനപ്പന്തി പോയി, അവിടെ ആനേനെയൊക്കെ കണ്ടു. കണ്ണന് ആന എന്ന് പറഞ്ഞാൽ ജീവനാണ് കേട്ടോ. അമ്മയും 2 അമ്മമാരും അവിടെ കിടക്കുക, റെസ്റ്റ് എടുക്കാൻ കേട്ടോ. നല്ല റെസ്റ്റ് എടുക്കാനും നടക്കാനൊക്കെ നല്ലൊരു സ്പേസാണ്. നല്ല എന്താ പറയുക, നല്ല കാറ്റൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. എല്ലാവരും എന്തായാലും ഗുരുവായൂർ പോകുമ്പോൾ ഇവിടെയൊക്കെ കയറിയിട്ടുണ്ടാവും. ഞാൻ പിന്നെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. പിന്നെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലവും നല്ല തണലും ഒക്കെ ഉള്ളൊരു സ്പേസാണ്. മക്കളെ കൊണ്ടൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ് ഇവിടെ. അവൻ പിന്നെ തോക്ക് താഴ്ത്തി വെച്ചിട്ടേ ഇല്ലായിരുന്നു. ഈ വീഡിയോ ഇപ്പോഴാണ് എനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയത്. അവൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 2 മാസം കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഞങ്ങൾ ചാവക്കാട് ബീച്ചിലൊന്ന് കയറി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. പിന്നെ ഇവനെ ഇവിടെ വെള്ളത്തിൽ ആദ്യമായിട്ടാണ് ഇറക്കുന്നത്. നമ്മൾ കോഴിക്കോട് ബീച്ചിലൊക്കെ എന്ന് പറഞ്ഞാൽ പൊതുവേ നല്ല തിരക്കും, അവിടുത്തെ വെള്ളം എന്ന് പറഞ്ഞാൽ അത്ര നല്ലതൊന്നും ആയിരിക്കില്ല. അപ്പോൾ ഇവിടുത്തെ വെള്ളം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ബഹക്കിലൊന്നും ഒരു മനുഷ്യനും ഇല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ അവിടുത്തെ വെള്ളത്തിലൊക്കെ ഇറങ്ങി. പൊതുവേ വെള്ളത്തിൽ കളിക്കാൻ നല്ലൊരു ഇഷ്ടമുള്ളൊരു കൂട്ടത്തിലാണ് ആൾ. പിന്നെ ഞങ്ങൾ അവിടുന്ന്